എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീനാരായണ ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നവമഞ്ചരി ജ്ഞാനവല്ലരി 4 കടക്കുകയാണ്. നത്താരിൽ മാതണിയും അത്താമരക്കുസുമൊത്താപയുള്ളടികൾ എന്നുൾത്താരിനുള്ളിലരികത്തായി വന്നമര വിത്തായ മൂലമുരുകാം മത്താപമൊക്കെയുമറുത്താശുമാമയിലൊത്താടി വല്ലിയൊടും ഇമ്മത്താളടിച്ചു നിലയെത്താതെ നീന്തും ഇവനെ സ്ഥായിയോടും അവ നീ. അമരവിത്തായ മൂലമുരുക. ദേവന്മാർക്ക് പോലും ആദി കാരണമായിരിക്കുന്ന മുരുക. നത്താരിൽ മാത ലക്ഷ്മി ദേവി അണിയും ധരിക്കാറുള്ള ആ താമര കുസുമമൊത്ത ആ താമര പൂവിൻ്റേത് പോലെയുള്ള ആഭയുള്ള അടികൾ, ശോഭയുള്ള പാദങ്ങൾ എന്നുൾത്താരിനുള്ളിലരികത്തായി പൂവ് പോലെ പേലവമായ എൻ്റെ ഉള്ളത്തിൻ്റെ സമീപത്തായി വന്ന് നിന്ന് താപമൊക്കെയും അറുത്ത് എൻ്റെ സങ്കടങ്ങൾ മുഴുവൻ ഇല്ലാതാക്കുകയും ആശു ഒപ്പം മയിലിൽ നിൻ്റെ വാഹനമായ വലിയ മയിലിൽ മേൽ കയറി വല്ലിയോടും ഒത്ത് ആടി വല്ലിയോടൊപ്പം ആനന്ദ നൃത്തം ചെയ്തുകൊണ്ട് ഇമ്മത്താളടിച്ചു നിലയെ എത്താതെ നീന്തും ഇവനെ. ഈ സംസാര സമുദ്രത്തിൽപ്പെട്ട് നിലയില്ലാതെ കൈകാലിട്ടടിച്ച് നീന്തി കുഴയുന്ന ഈ എന്നെ സ്ഥായിയോടും സ്ഥിരമായും സ്നേഹഭാവത്തോടും കൂടിയും അവ നീ രക്ഷിക്കുമാറാകണമേ. ദേവന്മാർക്ക് പോലും മൂലകാരണമായിരിക്കുന്ന മുരുക ഭഗവാന്റെ പാദങ്ങൾ ലക്ഷ്മി ദേവി ധരിക്കാറുള്ള താമരപ്പൂവിൻ്റേതുമാതിരി ശോഭയുള്ളതാണ്. ആ കാലടികളെ പൂവ് പോലെ പേലവമായ എൻ്റെ ഉള്ളത്തിനോട് ചേർത്ത് നിർത്തി എൻ്റെ എല്ലാ സങ്കടങ്ങളെയും ഇല്ലാതാക്കി തീർക്കണമേ. ഒപ്പം ഭഗവാന്റെ വാഹനമായ വൻമയിലിൻ്റെ മുകളിൽ കയറി വല്ലിയോടൊപ്പം ആനന്ദ നടനമാടി വന്ന് ഇവിടെ ഈ സംസാര സമുദ്രത്തിൽ കിടന്ന് നിലയില്ലാതെ മത്താളടിച്ച് നീന്തുന്ന ഈ എന്നെ മത്താളൊടിച്ച് നീന്തുന്ന ഈ എന്നെ സ്ഥിരമായും സ്നേഹഭാവത്തോടും കൂടിയും രക്ഷിക്കണമേ. മുരുകൻ ദേവന്മാർക്ക് പോലും ആദി കാരണമായ സത്യമാണ്. അവരുടെ പോലും സങ്കടങ്ങൾ ഇല്ലാതാക്കി തീർക്കാൻ ഭഗവാന് കഴിയും. അതിൻ്റെ അടയാളമായിട്ടാണ് ദേവന്മാർക്കു വേണ്ടി ഭഗവാൻ യുദ്ധം ചെയ്ത് താരകാസുരനെ കൊന്നത്. അങ്ങനെയുള്ള ഭഗവാന്റെ കാലടികൾ ലക്ഷ്മി ദേവി അണിഞ്ഞിട്ടുള്ള താമരപ്പൂവിൻ്റെ ശോഭയുള്ളതാണ്. അങ്ങനെയുള്ള ഭഗവാൻ കേവലം മനുഷ്യനായ എൻ്റെ ഉൾത്താരിനുള്ളിൽ അടുത്തെങ്ങാനും പദമൂന്നാൻ ഇടയായാൽ എൻ്റെ ഉള്ളിലെ എല്ലാ സങ്കടങ്ങളും ഇല്ലാതായിത്തീരും. എനിക്ക് സങ്കടമില്ലാതായി തീർന്നാൽ മാത്രം പോരാ, പിന്നെയോ ആനന്ദം അനുഭവിക്കുക കൂടി ചെയ്യണം. ഈ 2 വശങ്ങളും ചേർന്നാലല്ലേ ആനന്ദാനുഭവം പൂർണ്ണമാവൂ. ഞാനാകട്ടെ ഇവിടെ സംസാര സമുദ്രത്തിലെ നിലയില്ലാത്ത വെള്ളത്തിൽ കിടന്ന് കരകയറാനാവാതെ മത്താളടിച്ച് നീന്തുന്നു. അങ്ങനെയുള്ള എനിക്ക് ആനന്ദം സാക്ഷാത്കൃതമായി തീരുന്നതിന് വേണ്ടി ഭഗവാൻ വല്ലിയോടൊപ്പം ഭഗവാന്റെ വാഹനമായ വൻമയിലിൻ്റെ മുകളിലേറി ആനന്ദനടനം ചെയ്തുകൊണ്ടുവന്ന് എന്നെ ഈ സംസാര സമുദ്രത്തിൽ നിന്ന് രക്ഷിക്കണം. ഭഗവാനിലെ സ്ഥായിയായ ഭാവം സ്നേഹം തന്നെയാണ്. നവമഞ്ചരി ജ്ഞാനവല്ലരി 4 അർത്ഥോപരണം ഇന്നിവിടെ സമാപിക്കുകയാണ്. ഒരിക്കൽ കൂടി ജ്ഞാനവല്ലരിയിലേക്ക് പോകാം. നത്താരിൽ മാതണിയും അത്താമരക്കുസുമൊത്താപയുള്ളടികൾ എന്നുൾത്താരിനുള്ളിലരികത്തായി വന്നമര വിത്തായ മൂലമുരുകാം മത്താപമൊക്കെയുമറുത്താശുമാമയിലൊത്താടി വല്ലിയൊടും ഇമ്മത്താളടിച്ചു നിലയെത്താതെ നീന്തും ഇവനെ സ്ഥായിയോടും അവ നീ. അർത്ഥവരണം എന്നിവിടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.